പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെ, ശ്രദ്ധിക്കണം. നമ്മൾ ഈ ദിവസങ്ങൾക്ക് ഈ ദൈവമഹത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആധിപത്യം, കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ പല കാര്യങ്ങളുടെ മേലും ഒരു കൺട്രോൾ കിട്ടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ വായനകൾ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട് ഒരു ക്രമരാഹിത്യം, ഒരു ശൂന്യത, അന്ധകാരം നമ്മുടെയൊക്കെ ലൈഫിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ട് പറ്റുന്നില്ല. കർത്താവ് മഹത്വത്തോടെ നൽകിയൊരു ജീവിതം ചിലപ്പോൾ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് ഒരു പരുവമായിട്ടൊക്കെ നിൽക്കുകയായിരിക്കും. അതൊന്ന് തിരിച്ചു പിടിക്കണം. ഇന്ന് ഈ മൂന്നാമത്തെ സന്ധിയിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഒരു പ്രേരണ കിട്ടുന്നതാണ്, ഈശോ തന്ന മഹത്വം ചിലപ്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം, അത് തിരിച്ചു പിടിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് ഈശോ ഒരു മഹത്വം തന്നിട്ടുണ്ടോ? നമ്മൾ ആദ്യ ദിവസം ഒരു പ്രാർത്ഥന ചൊല്ലിയായിരുന്നു. ഇന്നലെ നിങ്ങളോടത് വീണ്ടും ചോദിച്ചായിരുന്നു. ഇന്ന് ഞാൻ മൂന്നാമതും ചോദിക്കും, എന്നെ നിരാശപ്പെടുത്തരുത്. ഈശോ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. എന്താത്? പിതാവേ. നല്ലതാണ്. ഞാനും ഇങ്ങനെ ധ്യാനമൊക്കെ കൂടുന്ന സമയത്ത് ധ്യാനിപ്പിക്കുന്നവരെ പറ്റിക്കുമായിരുന്നു. എങ്ങനെ പറ്റിച്ച എന്നെ നിങ്ങൾ പറ്റിക്കരുത് കേട്ടോ. നിങ്ങൾ എങ്ങനെ പറ്റിക്കരുത്. നിങ്ങൾ നല്ല ഉറക്കം പറ. പിതാവേ, പുത്രൻ അങ്ങേ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അത് ഈശോ പ്രാർത്ഥിച്ചതാണ്, നമ്മളും അതേപോലെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞേ. ഈശോയെ, എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടിയല്ല, അങ്ങയെ ഞാൻ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങ് എന്നെ മഹത്വപ്പെടുത്തണമേ. പറഞ്ഞേ ഹല്ലേലൂയാ. ശരിക്കും ശ്രദ്ധിച്ചിരുന്നേ, ഈശോ നമുക്ക് ഈ സൃഷ്ടിയിൽ തന്നെ, നമ്മൾ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്നെ മഹത്വത്തോടു കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ച് അയച്ചത്. ചിലപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും വിചാരിക്കും, ദാരിദ്ര്യം പിടിച്ചൊരു വീട്, രോഗമുള്ളൊരു ശരീരം, ഒത്തിരി സങ്കടങ്ങളുള്ളൊരു ജീവിതം. ഞാൻ കുറച്ചു നേരം നിങ്ങളുടെ കൂട്ടായ്മയിലൊക്കെ ഉള്ളതും പല ഇടവുകളിൽ നിന്നൊക്കെ വന്ന കുറച്ചു പേരൊക്കെ ഇന്ന് ഞാൻ നോബിളിച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഓർത്ത് എന്തോരം സങ്കടങ്ങളുള്ള മനുഷ്യരാണ്, എന്തോരം സങ്കടങ്ങളുള്ള മനുഷ്യർ. അവരോട് നിങ്ങളുടെ ജീവിതം മഹത്തരമാണ്, അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, ദൈവമേ ഇവരോട് എങ്ങനെ പറയും. പക്ഷെ ഇവിടെ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും ഹൃദയത്തിലോട്ട് ഏറ്റെടുത്ത്, നിങ്ങളുടെ ജീവിതം കർത്താവ് തന്നത് മഹത്വമുള്ള ഒരു ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. തന്നതാരാണ്? ഈശോയാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന ജീവിതവും മഹത്വമുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ചിലപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ അവരെ പോലെ ആയിരിക്കില്ല. അവരുടെ അത്രയും സാമ്പത്തികം ഉണ്ടാവില്ല, അവരുടെ അത്രയും വലിയ വീട് നമുക്കുണ്ടാവില്ല, അവരുടെ അത്രയും വലിയ ഒരു ഉന്നമനം ഒന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളെ സൃഷ്ടിച്ചയച്ച കർത്താവ് മഹത്വമുള്ള കർത്താവാണ്. നിന്നെ സൃഷ്ടിച്ചത് മഹത്വത്തോടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ കൊള്ളാം അല്ലേ? കാരണം എന്താണ്? ഈശോ നമ്മളെ മഹത്വത്തോടെ സൃഷ്ടിച്ചു. വലതുകൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞേ, ഈശോ എന്നെ മഹത്തരമായി സൃഷ്ടിച്ചു. പറഞ്ഞോ, ഞാൻ കൊള്ളാം. പറഞ്ഞേ, നെഞ്ചൊക്കെ നിർത്തിയിട്ട് പറ, ഞാൻ കൊള്ളാം. വേറെ ആരും പറയാത്തൊന്നുമില്ല, നിങ്ങൾ തന്നെ പറയണം. കർത്താവ് അഹങ്കാരത്തിലല്ല കേട്ടോ, കർത്താവ് തന്ന അഭിമാനത്തിൽ പറയണം, ഈശോ തന്നൊരു ജീവിതം ഞാൻ കൊള്ളാം. പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന തോളയിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞേ, നീ കൊള്ളാം. പറ, ആക്കരുത്, പറ നീ കൊള്ളാം. കാരണം എന്താണ്? ഈശോ സൃഷ്ടിച്ചൊരു ജീവിതമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. സങ്കീർത്തനം 8 ഒന്നെടുക്കാവോ? മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു സുന്ദരമായ ഒരു വചനഭാഗമാണ് സങ്കീർത്തനം 8, സാം നമ്പർ 8. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം എന്ന് പറഞ്ഞൊരു സുന്ദരമായ ഒരു സങ്കീർത്തനമാണ്. അവിടെ ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം ആരംഭിക്കുക. സങ്കീർത്തനം 8 അതിന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം, അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം ആരംഭിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനം 5ഉം 6ഉം വാക്യങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനം 8 അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ. എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുകയാണ്. അടുത്ത വചനം ഇങ്ങനെയാണ്, മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈശോ എന്നെ സൃഷ്ടിച്ചത് മഹത്വം തന്നുകൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നെ മഹത്വപ്പെടുത്തണം, എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതം നല്ലതാക്കി മാറ്റണം. വചനം നമ്മുടെ മുമ്പിൽ പറയാണ്, മോനെ മോളെ, നിന്നെ സൃഷ്ടിച്ചത്, ദൈവം നിന്നെ സൃഷ്ടിച്ചത് മഹത്വത്തോട് കൂടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ആ മഹത്വം എന്ന് വെച്ചാൽ എന്താ? 6-ാമത്തെ വാക്യം, അങ്ങ് സ്വന്തം കരവേലകൾക്ക് മേൽ അവന് ആധിപത്യം നൽകി എല്ലാറ്റിനെയും അവന്റെ പാദത്തിന് കീഴിലാക്കി. മനുഷ്യരുടെ സൃഷ്ടിച്ചു പറയാണ്, അവനെ മാലാഖമാരെക്കാൾ തൊട്ട് താഴെ സൃഷ്ടിച്ചു, മഹത്വവും ബഹുമാനവും അവന് കൊടുത്തു. മാത്രമല്ല സകലത്തിന്റെ മേൽ അധികാരവും ആധിപത്യവും കൊടുത്തു. ആർക്ക്? മനുഷ്യന്, എനിക്ക്, നിങ്ങൾക്ക്. ഈശോ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്കാണ്. സങ്കീർത്തകൻ പറഞ്ഞു തരികയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്
ആധിപത്യത്തോടെ, അധികാരത്തോടെ, മഹത്വത്തോടെയാണ്. നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കുമെങ്കിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. ഈശോ നിന്നെ സൃഷ്ടിച്ചത് ഈശോയെ പോലെയാണ്. അപ്പൊ നിങ്ങളെ കണ്ട ഈശോ എന്ന ആൾക്കാർ പറയുന്നുണ്ടോ? അതോ ഷോ എൻ്റെ ഈശോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തല കൈവെക്കാണോ അറിയത്തില്ല. നന്നായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ ഡിഗ്നിറ്റി, സ്വർഗം തന്നിരിക്കുന്ന ഒരു അന്തസ് ഇതാണ്. ദൈവം നിന്നെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചത്, തൻ്റെ ഛായയിൽ സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഈശോയ്ക്കുള്ള മഹത്വം, ഈശോയ്ക്കുള്ള അധികാരത്തോടു കൂടി തന്നെയാണ് നിന്നെ സൃഷ്ടിച്ചത്. അവൻ മക്കളെ, മനുഷ്യരെ ദൈവദൂതന്മാരെക്കാൾ തൊട്ട് താഴെ സൃഷ്ടിച്ചു. വലിയ അഭിമാനം, അനുഗ്രഹം, അന്തസ്, ശക്തി, അധികാരത്തോടു കൂടി സൃഷ്ടിച്ചു. ആധിപത്യം അവന് കൊടുത്തു, മഹത്വം കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. വലുതേവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്, അത്ര മിടുക്കികളായിട്ടാണ് കർത്താവ് നമ്മളെ സൃഷ്ടിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, മഹത്വമുള്ള ജീവിതമാണോ അതോ വചനം നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ മഹത്വത്തോടെ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് ആ മഹത്വം പോയി. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 22-23 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കും. പാപം ചെയ്ത് മനുഷ്യൻ ആ മഹത്വത്തിന് അയോഗ്യരായി. നമുക്ക് ഇത് ആദ്യത്തെ ഭാഗം സംഗീതത്തിന് 8-5-6 കേട്ടപ്പോൾ ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കർത്താവ് എന്ത് മഹത്വം കൊണ്ടാണ് എന്നെ സൃഷ്ടിച്ചത്? എനിക്ക് എന്ത് മഹത്വം, എനിക്ക് എന്ത് ആധിപത്യം, എനിക്ക് എന്ത് അധികാരം? അത് സത്യമായിട്ടും അങ്ങനെ അധികാരത്തോടു കൂടി തന്നെയാണ്. സർവ്വത്തിൻ്റെ മേൽ, നിന്നെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാത്തിൻ്റെ മേൽ അധികാരത്തോടു കൂടി തന്നെയാണ് കർത്താവ് സൃഷ്ടിച്ചത്. ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ഞാൻ നിനക്ക് അധികാരം തരുന്നു. അധികാരത്തോടു കൂടി തന്നെയാണ് സൃഷ്ടിച്ചത്. പക്ഷെ നമ്മുടെ പാപങ്ങൾ നിമിത്തം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹത്വം നമ്മളിൽ നിന്ന് കൈമോശം വന്നുപോയി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയോട് നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ എന്നെ മഹത്വപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നാമതായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഈശോയെ അങ്ങ് തന്ന മഹത്വം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് നിവർന്നിരുന്നേ. ഈ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ നല്ല സുഖമാണ്. ആ വാക്ക് കേട്ടാൽ തന്നെ മനുഷ്യൻ ഉറങ്ങിപ്പോകും കേട്ടോ. അത് കേട്ടാൽ തന്നെ ഉറങ്ങിപ്പോകും. നിങ്ങൾ നിവർന്നിരുന്നു. ഈശോയോട് പ്രാർത്ഥിക്കണം, എന്നെ മഹത്വപ്പെടുത്തണം. ഒപ്പം തന്നെ ഈശോയുടെ മുമ്പിൽ ഒരു ഉറപ്പ് കൊടുക്കണം, കർത്താവെ നീ എന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പാപവും ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് നമ്മളോട് പറഞ്ഞിരുന്നില്ലേ, കൊരിന്തോസാർക്ക് കത്തെഴുതുന്ന സമയത്ത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത്, പറഞ്ഞേ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. അങ്ങനെയാണോ? നിങ്ങൾ എന്തായിരിക്കുന്നു അത്, ഉത്തരം പറയുന്നില്ലല്ലോ. നിങ്ങൾ എന്തായിരിക്കുന്നു അത് നിങ്ങളുടെ കഴിവിനാലാണ് അല്ലേ? അല്ല, എന്നാ പറ, നിങ്ങൾ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഇത് നമുക്കെല്ലാം പറയാം, ഒരു ധ്യാനം കൂടണം നിർബന്ധമൊന്നുമില്ല. ഈശോയെ ഒരു കുഞ്ഞ് രീതിയിൽ മനസ്സിലാക്കിയ പോലും നമുക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റും, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. പക്ഷെ പൗലോസ്ലീഹ പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം, അവൻ എൻ്റെ മേൽ ചൊരിഞ്ഞ ഒരു കൃപ പോലും വെറുതെ ആയി പോയിട്ടില്ല. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. അവിടുന്ന് എൻ്റെ മേൽ ചൊരിഞ്ഞ ഒരു കൃപ പോലും ഞാൻ നഷ്ടമാക്കിയിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് എന്ന് ഉറപ്പുള്ളവരെന്ന് കൈയെടുത്തുകയെ. ഞാനിപ്പോൾ എന്താണ്, എൻ്റെ സ്റ്റാറ്റസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സുസ്ഥിതി, എനിക്ക് കിട്ടിയ നല്ല പേര്, എന്തോ ആവട്ടെ, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. ഉറപ്പാണോ? നിങ്ങളുടെ അടുത്താരെങ്കിലും കൈ പൊക്കുന്നില്ലേ? അവരെ ഒന്ന് തുറച്ചു നോക്കിയാൽ നമുക്ക് ഉറപ്പാണ് നമ്മൾ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. കൈതാത്താൻ പറയാം. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, എൻ്റെ ഈശോ എനിക്ക് തന്ന ഒരു കൃപ പോലും ഞാൻ വെറുതെ ആക്കിയിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം കൈയെടുത്തുകയെ. ഞാൻ ആദ്യം കൈ കെട്ടാം, നിങ്ങൾക്കൊരു സന്തോഷമാവട്ടെ. എല്ലാവരും കൈ താത്തിയോ? ഇപ്പം അടുത്ത് കൈ പൊക്കി പിടിച്ചിരിക്കുന്നവരെ നന്നായിട്ടൊന്ന് തുറച്ചു നോക്കിക്കോ. എടാ കള്ളി എന്നൊക്കെ വിളിച്ചു. ഇല്ല, നല്ല മനുഷ്യരാണ്, നല്ല മഹത്വം കളയാത്ത മനുഷ്യരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. ഞാനിടയ്ക്ക് കുറച്ച് കളഞ്ഞെന്ന് തോന്നുന്നു, അതാ ഞാൻ കൈയ്യട്ടി വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പറയാൻ പറ്റില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാം, ഈശോയെ നീ തന്നതല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കാം. പക്ഷേ ഈശോ നമ്മളിത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, മോളെ ഞാൻ നിനക്ക് തന്ന കൃപ, ഞാൻ നിനക്ക് തന്ന മഹത്വം നീ കളഞ്ഞോ? അത് കളയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പാപങ്ങൾ. നിങ്ങൾ ദിവസങ്ങളൊക്കെ നന്നായിട്ട് കുമ്പസാരിക്കുന്നു, വചനമൊക്കെ കേട്ട് ചിലപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ കുമ്പസാരിക്കുന്നവരുണ്ടാകാം, വർഷത്തിലൊരിക്കൽ കുമ്പസാരിക്കുന്നവരൊക്കെ ഉണ്ടാകാം. ആത്മീയസ്ഥിതി പല രീതിയിലാണ്. കൂടെ കുമ്പസാരിച്ച് നല്ല മിടുക്കരായിട്ട് നിൽക്കുന്നവരുണ്ട്. നമുക്കെപ്പോഴും ഈ പ്രലോഭനങ്ങൾ വരും, നമുക്കെപ്പോഴും പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. ചില ദുശീലങ്ങൾക്കൊക്കെ നമ്മൾ പെട്ടുപോകും. നിങ്ങളോട് ഇത് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇത് കയറണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പാപം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ
ഈ കൺവെൻഷനിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് ഈ ഒരു ബോധ്യം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പാപം എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ വരുത്തി, പാപം എൻ്റെ ജീവിതത്തിൽ സന്തോഷം എടുത്തു കളഞ്ഞു, പാപം എൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ കൊണ്ടുതന്നു. ഇതൊന്നുമല്ല, അതിനേക്കാൾ മുകളിൽ പാപം ഒരാളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നത് ദൈവം തന്ന മഹത്വമാണ്. ക്ലിയർ ആണോ? പാപം എടുത്തു കളയുന്നത് എന്താണ്? പാപം നശിപ്പിച്ച് കളയുന്നത് എന്താണ്? എന്നെ ദൈവം മഹത്വത്തോടുകൂടി, അധികാരത്തോടുകൂടി സൃഷ്ടിച്ചു. മഹത്വം എന്ന് വെച്ചാൽ സർവത്തിന്റെ മേൽ അധികാരം. നിങ്ങൾ ഓർത്ത് നോക്കി, ഇപ്പൊ എന്ത് കണ്ടാലും ചിലപ്പോൾ നമുക്ക് പേടിയാണ്. വാഴയില ഒന്ന് അനങ്ങിയാൽ, വാഴയില ഇനി അനങ്ങിയില്ലെങ്കിൽ പേടി. ഇന്നലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു മൂർഖം പാമ്പ്. എൻ്റെ കൂടെയുള്ള പയ്യൻ ഞെട്ടി വിറച്ചു. ഞാൻ ഞെട്ടിയില്ല, കാരണം ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു നേരത്തെ. അവനിച്ചിരി താമസിച്ചാവും. പാമ്പിനെ കണ്ട പിന്നെ നിങ്ങൾ ഞെട്ടത്തില്ലേ? ഞാനും ഞെട്ടി. ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് ഞെട്ടിയില്ല. ഈ ഭയം എന്നൊരു സാധനം നമ്മുടെ എല്ലാം ഉള്ളിൽ കിടപ്പുണ്ട്. നമ്മൾ പേടിക്കും, സകലതയും പേടി, മനുഷ്യരെ പേടി. വീടിൻ്റെ മുറ്റത്തൊരു മുട്ട കണ്ടാൽ, പണ്ടാണെങ്കിൽ നമ്മൾ കൊണ്ട് പൊരിച്ചേനെ. ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തൊരു മുട്ട കണ്ടാൽ പേടിക്കും, സകലത്തിനെ നമ്മൾ പേടിക്കും. നേരത്തെ മനുഷ്യരോട് നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. ഇപ്പം എല്ലാവരോടും സംശയം, എല്ലാവരോടും പേടിയൊക്കെയാണ്. ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പേടി, അസ്വസ്ഥത, ഒന്നിൻ്റെ മേൽ അധികാരമില്ല, ഒന്നിൻ്റെ മേൽ. നമുക്ക് പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു, നമ്മളിങ്ങനെ ചാഴിയൊക്കെ വിലക്കി പ്രാർത്ഥിക്കലായിരുന്നു. നമ്മളിങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. അച്ഛന്മാർ അവിടെ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നു, ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ധൈര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ഇപ്പം ധ്യാനങ്ങൾ കൂടി, കൺവെൻഷനുകൾ കൂടി, നമ്മളും കുറെ കൂടി. പക്ഷെ വിശ്വാസം നേരെ താഴോട്ട് പോയി, പേടി മുകളിലെത്തി. ഈ അധികാരം നഷ്ടപ്പെട്ടു പോയി. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ ഒറ്റ കാരണം, മറ്റൊന്നിലേക്ക് നിങ്ങൾ നോക്കണ്ട, ഒറ്റ കാരണം, പാപം ചെയ്തപ്പോൾ മഹത്വം നഷ്ടപ്പെട്ടു. മഹത്വം പോയ ഒരാൾക്ക് അധികാരം നഷ്ടപ്പെട്ടു. പിന്നെ അധികാരമില്ലാത്തവൻ എന്തു പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരമില്ലാത്തവൻ ശാസിച്ചാൽ പിശാച് പോവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചുറ്റും നിന്നവരൊക്കെ പറഞ്ഞില്ലേ, ശത്രുക്കൾ പോലും പറഞ്ഞു, അധികാരമുള്ളവനെ പോലെ അവൻ പഠിപ്പിക്കുന്നു. അവൻ പറയുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവൻ പറയുമ്പോൾ പിശാച് വിട്ടുപോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ പരിശുദ്ധ കുർബാനകൾ അർപ്പിച്ചവരാണ് നമ്മൾ. എത്രയോ തവണ ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് ഈശോ നമ്മളിലും നമ്മൾ ഈശോയിലും വസിച്ചവരാണ്. എന്നിട്ടും നമുക്കെന്താ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, തിന്മയെ ശാസിക്കാൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ, വീട്ടിലുള്ള ഒരു അസ്വസ്ഥതയെ ശാസിച്ച് പുറത്തിറക്കി വിടാൻ എന്തുകൊണ്ടാണ് നമുക്ക് അധികാരമില്ലാത്തത്? അധികാരമില്ലാത്തതിന്റെ ഒറ്റ കാരണം മഹത്വം നഷ്ടപ്പെട്ടു. മഹത്വം നഷ്ടപ്പെട്ടതിന്റെ ഒറ്റ കാരണം പാപം ചെയ്തു. അതുകൊണ്ട് ഫോക്കസ് ചെയ്യണം, ശ്രദ്ധ കൊടുക്കണം. എൻ്റെ ഈശോ എനിക്ക് തന്ന അധികാരവും മഹത്വവും നഷ്ടപ്പെടുത്തുന്ന ഒരു പാപവും, അവിടുന്ന് തന്ന കൃപ നിഷ്ഫലമാക്കി കളയുന്ന ഒരു പാപവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒത്തിരി കുമ്പസാരങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും വീണ് പോകുന്നുണ്ട്. തീരുമാനങ്ങളല്ല, കൃപയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈശോടൊന്ന് പ്രാർത്ഥിച്ചോളൂ, കർത്താവേ ഞാനിത് എത്രയോ കുമ്പസാരങ്ങൾ ഏറ്റുപറഞ്ഞു, ഇനി ഒരു പാപം ചെയ്യരുത്. മറ്റൊരു കാരണം കൊണ്ടല്ല, ഈശോ തന്ന ഈ മഹത്വം എൻ്റെ കയ്യിൽ നിന്ന് പോവരുത്, അതിനൊരു കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മൾ ആരാധനയിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ പാപത്തെക്കുറിച്ച് മാത്രമൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുഞ്ഞു പാപമാണ്. 10 കൽപ്പനകളൊന്നും ഞാൻ വിശദീകരിച്ചിരുന്നില്ല. നിങ്ങളെല്ലാം കേട്ട് പരീക്ഷയ്ക്കൊക്കെ അത് എഴുതി തോറ്റൊക്കെ പോയിട്ടുള്ളവരാണ്. പരീക്ഷ എന്ന് വെച്ചാൽ വേദപാഠ പരീക്ഷയ്ക്കല്ല. നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകാറുണ്ട് പാപത്തിന്റെ മേഖലയിൽ. ഒറ്റ പാപത്തെ മാത്രം അച്ഛന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. അതിലൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങളിൽ നമുക്കൊരു വിടുതൽ ലഭിക്കും, ഒരു അധികാരം തിരിച്ചു കിട്ടും. ഈശോയോട് പറയാൻ, ധൈര്യത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു കൃപ നമുക്ക് ലഭിക്കും. അതിനുള്ളൊരു ഒരു കുഞ്ഞു കാര്യം എന്ന് വെച്ചാൽ, ഒത്തിരി പാപങ്ങൾ, മാരക പാപങ്ങൾ, അങ്ങനെയുള്ള ഡിവിഷൻസ് ഒന്നും എടുത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. ഈ ഉത്തമഗീതം 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിച്ച് കളയുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളു. ബൈബിളിൽ അങ്ങനെ കുറുക്കനെ കുറിച്ചൊക്കെ ഉണ്ട്, നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ. നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിച്ച് കളയുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളു. നമ്മൾ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുമ്പസാരത്തെക്കുറിച്ചൊക്കെ ആളുകളോട് പറയുമ്പോൾ അവർ പറയും, ഞാനങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ വീട്ടിലില്ലേ അങ്ങനത്തെ ഒരാളില്ലേ? പാപമൊന്നും ചെയ്യാത്ത ഒരാളുണ്ടല്ലോ. കുമ്പസാരമൊന്നും നമുക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഈശോയോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു പുഴുങ്ങിയ ക്രിസ്ത്യാനി എല്ലാ വീട്ടിലും കാണും. അവരുടെ അഡ്രസ്സ് എനിക്കൊന്ന് തരണം കേട്ടോ. ഈശോയോട് നേരിട്ട് സംസാരിക്കുന്ന കുറേ എല്ലാ ഇടവകയിലും കാണും, ഇവിടെയും കാണും. ഒരു പലവക തരണം. ഇനി ഈശോയെ കാണാണ്ടെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഇവരോട് അന്വേഷിച്ചാൽ മതി, വെറുതെ നമ്മൾ സമയം കളയേണ്ട കാര്യം. ഇതിങ്ങനെ ഈശോയോട് നേരിട്ട് സംസാരിക്കും. കുമ്പസാരമില്ല, കൂതാശയില്ല, പള്ളി ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് വയ്യ റിലേഷൻഷിപ്പാണ്. അങ്ങനെയുള്ള വലിയ മഹാവിശുദ്ധരുണ്ട്. നമ്മുടെ സഭയുടെ അഭിമാനമാണ് അവരൊക്കെ. അപ്പം അവരവിടെ മാറ്റി നിൽക്കട്ടെ, അവരവിടെ പുഴുങ്ങി നിൽക്കട്ടെ. നമുക്ക് കർത്താവ് മഹത്വം തിരിച്ചു തരേണ്ടതുണ്ട്. കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ വരും, ഞാനങ്ങനെ വലിയ മാരക പാപങ്ങളും ചെയ്തിട്ടില്ല, ആരെയും കൊല്ലാനും കൊലപാതകത്തിനൊന്നും ഞാൻ പോയിട്ടില്ല.
പ്രിയപ്പെട്ട സ്വരങ്ങളെ, വലിയ പാപങ്ങൾ വലുത് തന്നെയാണ്. പക്ഷെ മഹത്വം കളയുന്നത് കുഞ്ഞു പാപങ്ങളാണ്, നമ്മൾ ശ്രദ്ധിക്കാത്ത കുഞ്ഞു പാപങ്ങൾ. ഉത്തമഗീത അതുകൊണ്ട് അങ്ങനെ പറയാ, നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. നമ്മുടെ അഗസ്തീനോസ് പുണ്യാളൻ നമ്മുടെ കാറ്റഗിസത്തിൽ ഇങ്ങനെ നമ്മൾ കാണും. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥത്തിൽ മാരകപാപം ലഘുപാപം ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അഗസ്തീനോസ് പുണ്യാളൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു കുഞ്ഞു പാപം ഒരു അരിമണിയാണ്. ശ്രദ്ധിച്ചിരിക്കണേ, ഒരു കുഞ്ഞു പാപം ഒരു അരിമണിയാണ്. ഒരരിമണി ഇപ്പോ ഈ സ്റ്റേജിൽ കിടന്നാൽ, ഈ സ്ഥലത്ത് കിടന്നാൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അതുപോലെയാണ് കുഞ്ഞു പാപങ്ങൾ, ചെറു കുറുക്കന്മാർ. നമ്മൾ വിചാരിക്കുമോ ഇത് ഞാനൊന്ന് നുണ പറഞ്ഞല്ലേ ഉള്ളൂ, ഞാനൊന്ന് നോക്കിയതല്ലേ ഉള്ളൂ, എൻ്റെ ഉള്ളിലൊരു ദേഷ്യം വന്നതല്ലേ ഉള്ളൂ, ഇതത്ര വലിയ സീരിയസ് ആണോ? ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, മാരകപാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, ആരും ഉപദ്രവിക്കാൻ പോയിട്ടില്ല. അഗസ്തീനോസ് പുണ്യാളൻ പറയാണ്, ഈ വലിയ കാര്യം നോക്കരുത്, ഈ കുഞ്ഞു കാര്യം ശ്രദ്ധിക്കണം. ലഘു പാപങ്ങളെ, നിസാരമെന്ന് നീ കരുതുന്ന ഈ പാപങ്ങളാണ് നിന്നെ വീഴ്ത്തി നിന്റെ മഹത്വം എടുത്തു കളയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അമ്മേ പറഞ്ഞ പോലെ അച്ഛൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു അരിമണി ഉണ്ടെങ്കിൽ നിങ്ങളിത് കാണുമോ? ഇല്ലാന്ന് പറ. എന്നാണെന്ന് വെച്ചാൽ ഇല്ലാന്നെങ്കിലും പറയും. ഒരു കുഞ്ഞ് അരിമണി നിങ്ങളത് കാണാൻ പോണില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നതേ നോക്ക് എന്നൊക്കെ പറഞ്ഞാലേ ചിലപ്പോൾ അരിമണി കാണത്തും. ഈ അരിമണി ഇന്നൊരെണ്ണം, നാളെ ഒരെണ്ണം, മറ്റന്നാൾ ഒരെണ്ണം, ഒരു മാസം ഒരു 30-31 അരിമണി ആകുമ്പോഴത്തേനും ചിലപ്പം നിങ്ങൾക്ക് പിടികിട്ടും അച്ഛൻ്റെ കയ്യിൽ ഒരു പിടി അരി ഉണ്ടെന്ന്. കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അച്ഛൻ്റെ മുമ്പിൽ, അച്ഛന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു ചാക്ക് അരി. ഉദാഹരണം പിടികിട്ടുന്നുണ്ടോ? ഉദാഹരണം പിടികിട്ടുന്നില്ലെങ്കിൽ ആ അരിച്ചാക്ക് നിങ്ങളുടെ മുമ്പിലാന്ന് വിചാരിച്ചാൽ മതി. നിസ്സാരമെന്ന് നമ്മൾ കരുതുകയാണ്. ഒരു കുഞ്ഞരിമണി, അതിപ്പോൾ എന്നെ പ്രശ്നം. പക്ഷെ ആ അരിമണി കൂടി 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 ഒരു ചാക്ക് അരിയായിട്ട് മാറുന്നു. ലഘുപാപങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാരകപാപം നമ്മളെ പെട്ടെന്ന് പിടികൂടും. ഈ ലഘുപാപം മഹത്വം കളയും. മാരകപാപം കളയുമെന്നല്ല, ഈ ലഘുപാപത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കൂടിക്കൂടി വന്ന് നിന്റെ മേൽ കർത്താവ് തന്ന അനുഗ്രഹം, മഹത്വം, നിന്റെ മേൽ കർത്താവ് സ്ഥാപിച്ചു തന്ന അധികാരം എല്ലാം നഷ്ടപ്പെടും. പിന്നെ വഴിയെ പോകുന്നതെല്ലാം നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. വഴിയെ പോകുന്ന പിശാചെല്ലാം നമ്മുടെ വീട്ടിൽ കയറാൻ തുടങ്ങും. വഴിയെ പോകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ഉറക്കം കളയാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിന്ന് ഈ രാത്രിയിൽ പറഞ്ഞ പോലെ ഒറ്റ പാപത്തെ ഫോക്കസ് ചെയ്യാണ്. ഒരു അരിമണി മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. ചാക്കായിട്ട് മാറരുത്, ശ്രദ്ധിച്ചേക്കണം. അതിനത് കൂടിക്കൂടി വന്നാൽ വലിയ പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും, മഹത്വം നഷ്ടപ്പെടും. ആ പാപം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മലയാളികളോട് ചോദിച്ചാൽ ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന 2 പാപങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന 2 പാപങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നിങ്ങൾ ആലോചിച്ച് വഷളാക്കണ്ട. ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല, നിങ്ങൾ എന്നെ വിധിക്കരുത്. നിങ്ങൾ 2 സ്പീക്കറിൽ കൂടെ കേട്ടാൽ ഞാൻ 4 സ്പീക്കറിൽ കൂടി ഇത് കേൾക്കുന്നുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന 2 പാപങ്ങൾ മെയിനായിട്ട് നമുക്കുണ്ട്. 2 ആയിൽ തുടങ്ങാണ്. 1 അസൂയ, 2 അഹങ്കാരം. ഇത് നിങ്ങൾക്കുണ്ടോ? ഇല്ല എന്ന് പറ, എന്നാലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളൊരു സഹകരണം ഇല്ല കേട്ടോ, നിങ്ങൾ എന്നെ സഹകരിക്കുന്നില്ല. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചേ. എന്നാ പറയുന്നതാ അസൂയ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എനിക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു. ഞാൻ അവരോട് ഇച്ചിരി സീരിയസ് ആയിട്ട് ചോദിച്ചു, അഹങ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നോടാ. നമുക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അരിമണിയാണ് ഇത് 2 ഈ അഹങ്കാരം, അസൂയ. 2 കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുന്നില്ല. ഒറ്റൊന്ന് മതി. ഏത് വേണം? അസൂയ. കാരണം ഈ അസൂയ അഹങ്കാരത്തിലേക്ക് എത്തിക്കും. ഒരൊറ്റ കാര്യത്തെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ബൈബിളിൽ നിന്ന് അവതരിപ്പിക്കുന്ന പുതിയൊരു അറിവൊന്നും തരാൻ പോകുന്നതല്ല. പക്ഷെ ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ പല ആംഗിളുകളിൽ നമുക്ക് ഈ വചനഭാഗം വായിക്കാം. ഈ ഒരു പാപത്തിന്റെ മേഖലയിൽ നമ്മുടെ ഈ മഹത്വം കളയുന്ന, ദൈവം തന്ന മഹത്വം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ ദൈവം തന്ന കൃപയെ നിഷ്ഫലമാക്കി തീർക്കുന്ന ഒരു വല്ലാത്ത അപകടം പിടിച്ച അരിമണിയാണ് ഈ അസൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ നമ്മളിപ്പോൾ പൗലോസ്ലീഹയെ കുറിച്ചാണ് പറഞ്ഞത്. പൗലോസ്ലീഹയ്ക്ക് മറ്റൊരു പേരുണ്ടായിരുന്നു. എന്താ പേര്? സൗൾ. ഇതേ പേര് പഴയ നിയമത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആരാ? രാജാവായ സൗൾ. ആര് രാജാവാക്കി? ആരാക്കി? ദൈവം അല്ലേ? സർവശക്തനായ ദൈവം തന്റെ അധികാരം മുഴുവനും കൂടെ ആർക്ക് കൊടുത്തു? സാമൂലിന് കൊടുത്തു. ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. നേതാവായ സാമൂല് പറഞ്ഞു, നമുക്കൊരു രാജാവുണ്ട്. ആര്? ദൈവം.
ആ ദൈവം കൊടുത്തൊരു രാജാവാണ്. ദൈവത്തിന്റെ അധികാരം, ഇസ്രായേലിന്റെ മേലുള്ള ദൈവത്തിന്റെ അധികാരം സാവൂളിനെ ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ അത്ര മഹത്വം കൊടുത്തുകൊണ്ടാണ് സാവൂളിനെ രാജാവാക്കിയത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങേർക്ക് ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? അയാൾക്ക് ദാവീദിനോട് അസൂയ തോന്നി. രാജാവായ സാവൂളിന് ആട്ടിടയനായ ദാവീദിനോട് അസൂയ തോന്നി. അതിനാസ്പദമായ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇസ്രായേൽക്കാരെ ഫിലിസ്തീൻ വെല്ലുവിളിക്കുന്നു. അപ്പൊ വലിയൊരു മല്ലന്റെ പേരെന്താണ്? ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു കൊച്ചി ജോൺ സീന എന്ന് പറഞ്ഞു. ആ മല്ലനല്ല ഇത്, ഗോലിയാത്ത് അല്ലേ, ഗൊലയാത്ത്, വലിയൊരു മല്ലൻ. അവനെ വെല്ലുവിളിക്കുന്നു, അവൻ തിരിച്ചു വെല്ലുവിളിക്കുന്നു. പിന്നെ ദാവീദ് കല്ലെടുത്ത് എറിഞ്ഞ് അവനെ വീഴ്ത്തുന്നു. ഇസ്രായേൽക്കാർ വിജയം പ്രാപിക്കുന്നു. സാമുവേൽ പ്രവാചകൻ 1-ാമത് പുസ്തകത്തില് അതിന്റെ 18-ാമത്തെ അധ്യായത്തിൽ വലിയ വാദ്യഘോഷങ്ങളോടെ ഇസ്രായേലിലേക്ക് വിജയം നേടിയ രാജാവിനെ ജനങ്ങൾ മുഴുവൻ സ്വീകരിക്കുന്നുണ്ട്. അവർ പാടിയൊരു പാട്ടിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വായിക്കും. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. പാട്ട് നിങ്ങൾക്ക് അറിയാലോ, അത് ഇച്ചിരി പൊലിപ്പിച്ചല്ലേ നമ്മളെപ്പോഴും പാടുള്ളൂ അല്ലേ? അത് ആത്മീയ ഗാനങ്ങളാണേലും അല്ലെങ്കിലും നമ്മൾ ഇച്ചിരി പൊലിപ്പിച്ചേ പാടുള്ളൂ. തീ പോലെ ഇറങ്ങണമേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ ഇരിക്കുന്നത്? അല്ലേ അല്ലേ അല്ലെ? പാട്ടുകളിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഇച്ചിരി പാടും അല്ലെ, വലിയ മാനസ മൈനെ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്ത് മൈനയാണെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര കാലം മുമ്പ് ഇറങ്ങിയ പാട്ടാണേലും നമ്മൾ ആ മൈന ഏതാണ്, മാനസ മൈന എന്ന് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഈ പാട്ടിൽ ഒരല്പം ഭംഗി കൂട്ടി പാട്ട് പാടും. ഈ പാട്ട് സാവൂളും കേട്ടു. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. പറഞ്ഞേ ഹല്ലേലൂയ. അവൻ അസൂയ തോന്നി നല്ല ബൈബിളിൽ പറയുക. അവൻ അസൂയ തോന്നി നല്ല പറയുക. വചനഭാഗം ഒന്ന് എടുക്കാം. 1 സാമുവേൽ 18-ാമത്തെ അധ്യായം, 1 സാമുവേൽ ചാപ്റ്റർ 18 ഒന്ന് എടുത്ത് വചനഭാഗം ഒന്ന് എടുക്കുക. അതിന്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, സാവൂളിന്റെ അസൂയ. നിങ്ങളിത് കണക്ട് ചെയ്ത് പോകണം. ദൈവം മനുഷ്യനെ മഹത്വത്തോടെ സൃഷ്ടിച്ചു. നല്ലൊരു ഉദാഹരണമാണ്. സാവൂൾ മഹത്വവും അധികാരവും കൊടുത്ത് ഇസ്രായേലിന്റെ മേൽ രാജാവാക്കി. അവന്റെ മേലേക്ക് കൃപ ചൊരിഞ്ഞു. പക്ഷെ അവന്റെ കൃപയെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു അരിമണിയാണ് അസൂയ. അവന് മഹത്വം നഷ്ടപ്പെട്ടു, ആധിപത്യവും അധികാരവും നഷ്ടപ്പെട്ടു. ദൈവം കൊടുത്തതെല്ലാം അവന്റെ കയ്യിൽ നിന്ന് പോയി. അവൻ എല്ലാത്തിനെയും ഭയപ്പെടാൻ തുടങ്ങി. ഇത് നമ്മുടെ മുമ്പിൽ ഒരു വലിയ സൂചന, ഒരു വാണിംഗ് ആണ്. അപ്പൊ സാവൂളിന് അസൂയ തുടങ്ങിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. 1 സാമുവേൽ 18-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി, സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. പ്രിയപ്പെട്ട സ്വരങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേ. നിർത്തി വായിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നിർത്തിയാലേ പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. നിങ്ങൾ വായിക്കുമ്പോൾ പോലും വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ അടുത്തിരുന്ന് ഇത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. നിങ്ങളൊന്ന് ചിന്തിച്ചേ, അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നോ? അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ? സാവൂൾ 1000 കൊന്നോ? നിങ്ങൾ ഇല്ല ഉണ്ടെന്ന് പറയില്ല. കോട്ടയത്ത് എസ് എന്നുള്ളതിന് ഇങ്ങനെയാണ് തലയാട്ട്, ഇല്ല എന്നുള്ളതിന് ഇങ്ങനെയാണ്. എന്തേലും കാണിക്കും. ഈ സ്ഥിരം ഇങ്ങനെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടേ ഈ മനുഷ്യർ എന്നെ എക്സ്പ്രഷൻ ഇടുന്നതെന്ന് എനിക്കിപ്പോൾ പിടികിട്ടുന്നില്ല. നമ്മളെല്ലാം നന്നായിട്ട് അഭിനയിക്കാൻ പഠിച്ചു. ഈ സംഭവം അവിടെ നടന്നതാണോ? സാവൂൾ 1000 കൊന്നോ, ദാവീദ് 10,000 കൊന്നോ? ചേച്ചിമാര് പാടിയതാണ്, കൊയറ് നന്നായിട്ട് അങ്ങ് പാടി. ഇല്ലാത്തൊരു സംഭവം. ഇത് കേട്ട് ഇയാളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത തോന്നുകയാണ്. അടുത്ത വചനം എങ്ങനെയാണ്? ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണതേ. സാവൂളിന് അസൂയ തോന്നി നല്ല വചനം പറയുക. സാവൂളിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടോന്ന് ഇപ്പൊ പരിശോധിക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളവരായിരിക്കാം, നിങ്ങളുടെ കൂടെ ഒരു വീട്ടിൽ താമസിക്കുന്നവരായിരിക്കാം, സഹോദരങ്ങൾ തന്നെയായിരിക്കും. പ്രിയപ്പെട്ട ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരാളെ കുറിച്ച് ആരെങ്കിലും ഒക്കെ നല്ലത് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്ത് തോന്നുന്നു? ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഹല്ലേലൂയ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല, നിങ്ങൾ എന്നെ വിധിക്കരുത്. എന്നെ തോന്നുന്നു. ഇപ്പം ഇതേ അൾത്താരയിൽ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു, നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. ഒരു സിസ്റ്റർ ഇതെല്ലാം ചെയ്തു. ആരാ ചെയ്തത് എനിക്കറിയില്ല കേട്ടോ. ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു സിസ്റ്റർ ഇത് ചെയ്തു. അപ്പോൾ അച്ഛനോട് പറയാണ്, ഇത് വെച്ച സിസ്റ്റർ നന്നായിട്ട് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നണം? അസൂയ. നിങ്ങളുടെ ഉള്ളിൽ അസൂയ ഉണ്ടോന്ന് അറിയുന്നത് ഒരാളെക്കുറിച്ച് നല്ലത് കേൾക്കുന്ന സമയത്ത് ഒരു ഇഷ്ടക്കേട് തോന്നുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടഡ്. അസൂയയുടെ ആദ്യത്തെ പടി മറ്റൊരാളുടെ നന്മയിലുള്ള നമ്മുടെ സങ്കടം. പറഞ്ഞേ ഹല്ലേലൂയ.
നമുക്ക് ഈ കൺവെൻഷൻ ഇപ്പോൾ എത്രയോ വലിയ അനുഗ്രഹമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയച്ഛനും കൊച്ചച്ഛനും കൺവീനേഴ്സും എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് ചെയ്യാണ്, എത്രയോ നാളുകളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വന്ന് ധ്യാനം കൂടിയോണ്ടല്ലേ, ഇവർ ഒരുക്കിയതുകൊണ്ടാണോ? നിങ്ങൾ വന്നില്ലെങ്കിൽ കൺവെൻഷൻ എങ്ങനെ നടക്കും? അപ്പോൾ അച്ഛൻ അവരെക്കുറിച്ച് നല്ലത് പറയാണ്. നിങ്ങളുടെ ഉള്ളിൽ അപ്പം എന്ത് തോന്നണം? സന്തോഷം തോന്നണം. ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ കൺവെൻഷൻ, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ജൂബിലി, ഞങ്ങൾ ഇത് ഈശോയുടെ അനുഗ്രഹത്തോടെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തു. ഉള്ളിൽ സന്തോഷം തോന്നിയാൽ നിങ്ങളുടെ ഉള്ളിൽ അസൂയയില്ല. പക്ഷേ മറ്റൊരാളെ കുറിച്ച് നല്ലത് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഇഷ്ടക്കേട് തോന്നിയാൽ ഉറപ്പാണ് അസൂയ തുടങ്ങി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എന്നാ പറ്റുന്നതെന്ന് പറയും, ആദ്യത്തെ അബദ്ധം. ഈശോ നമ്മളോട് ഇത് ഒന്ന് ബോധ്യം നിങ്ങളുടെ ഉള്ളിലോട്ട് കയറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിനക്ക് തന്ന 1000 10,000 കൃപ നഷ്ടപ്പെടും. ശ്രദ്ധിച്ചത് മനസ്സിലാക്കണേ. മറ്റൊരാളോട് അസൂയ തോന്നിയാൽ, അയാളുടെ നന്മയിൽ ഇഷ്ടക്കേട് തോന്നിയാൽ സംഭവിക്കാൻ പോകുന്ന ആദ്യത്തെ അപകടം, നിനക്ക് കിട്ടിയ 1000 10,000 പറ്റാതെ നീ കഷ്ടപ്പെടും. ഈശോ നല്ലൊരു ജീവിതം നമുക്ക് തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്, സമയം നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്, അധ്വാനിക്കാൻ ആരോഗ്യം തന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ വളരുന്നു, അവൾ വളരുന്നു, അയ്യോ അയ്യോ എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ നിനക്ക് കിട്ടിയ 1000 10,000 കൃപ നിഷ്ഫലമായി പോകും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാര്യം പിടികിട്ടുന്നുണ്ടോ? ഇഷ്ടക്കേട് ഇഷ്ടക്കേട് ഇഷ്ടക്കേട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പല ദേശങ്ങളിൽ കല്യാണം കഴിച്ചൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്നെ പുറത്തൊരു രാജ്യത്തുനിന്ന് അച്ഛനാ പറഞ്ഞ ആൾ ഞാനാ ഓർക്കുന്നുണ്ടോ? എൻ്റെ കൂടെ പഠിച്ചവരാൾ. ഞാനൊരു കുറ്റം പറഞ്ഞാണ് ആൾക്കാരിൽ നിന്നുകൊണ്ട്. കുറ്റം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഒരു കുറ്റമായിട്ട് പോയി. കൃത്യമായിട്ട് ആളവിടെ ഉണ്ടാകും ധ്യാനം കൂടാൻ വേണ്ടിയിട്ട്. എന്നാലും ഇങ്ങനെ പറയണമായിരുന്നോ? ഞാൻ പറഞ്ഞു, പൊന്നു കൂട്ടുകാരി, ഞാൻ പേര് പറഞ്ഞില്ലല്ലോ എൻ്റെ കൂടെ പഠിച്ച ഒരാളെന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് ഉദാഹരണം പറയുമ്പോൾ ചിലപ്പോൾ പേടി തന്നെ. ഒരു കുഞ്ഞുദാഹരണം പറയാം. നന്നായിട്ട് ഉഴപ്പി നടന്നൊരു കുഞ്ഞ്, ഞാനല്ല കേട്ടോ, ഞാൻ ഉഴപ്പി നടന്ന് നിങ്ങൾ അറിയില്ലല്ലോ. നന്നായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉഴപ്പ് കാണും, പഠിക്കാൻ പറ്റില്ല. നന്നായിട്ട് ഉഴപ്പി ക്ലാസ്സിൽ 14 കുട്ടികൾ 14ാമത്തെ റാങ്ക് മേടിക്കുന്നുണ്ട് എല്ലാ തവണയും. ആ കൊച്ചിനോട് ടീച്ചർ വഴക്ക് പറയണുണ്ട്, തല്ലു കൊടുക്കണുണ്ട്, പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ടപ്പേന്ന് അടി കൊടുക്കുന്നുണ്ട്. ഇവന് പഠിക്കാൻ പറ്റണില്ല, ഇവക്ക് പഠിക്കാൻ പറ്റണില്ല. ഇവള് കുറെ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ എന്തേലും ഒക്കെ ഒന്ന് ഒരു റാങ്ക് കേട്ടിത്താ. ഒത്തിരി അധ്വാനിച്ചു, ഉറക്കമൊക്കെ ഇളച്ചിരുന്നൊക്കെ പ്രാർത്ഥിച്ചു, പഠിച്ചു. അവസാനം ഒരു ഓണപരീക്ഷയൊക്കെ ആയ സമയത്ത് ഈ 14ാം റാങ്കിൽ നിന്ന് 5ാം റാങ്കിലോട്ട് കയറി. ഉദാഹരണമാണ് ഇത്. എൻ്റെ ജീവിതമായോ നിങ്ങളുടെ ജീവിതമായിട്ടോ ഒരു ബന്ധമില്ല. എങ്ങനെയൊക്കെ കയറി കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് 5ാം റാങ്ക്. നല്ലതല്ലേ? ആന്ന് പറയില്ലേ, നിങ്ങളുടെ ഉള്ളിൽ അസൂയ തോന്നുന്നുണ്ട്. ആ കൊച്ചിനോട് ഒരു അസൂയായിരിക്കും അല്ലെ? 14ാം റാങ്കിൽ കിടന്ന ഈ കുഞ്ഞ് ദൈവാനുഗ്രഹത്താൽ, അവന്റെ അധ്വാനത്താൽ, അവളുടെ അധ്വാനത്താൽ 5ാം റാങ്കിലെത്തി. ക്ലാസ്സിൽ മാർക്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. ക്ലാസ് ടീച്ചർ വന്നിട്ട് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പതിവ് പോലെ 1ാം റാങ്കുകാരി അഭിനന്ദിക്കപ്പെടുന്നു, 2ാം റാങ്കുകാരനും 3ാം റാങ്കുകാരിയും അഭിനന്ദിക്കപ്പെടുന്നു. പക്ഷെ ഈ ടീച്ചർ അന്ന് ചെയ്തൊരു കാര്യം, ഈ കുട്ടിയെ പിടിച്ച് അഭിനന്ദിക്കുകയാണ്. 5ാം റാങ്കുകാരന്, 1ാം റാങ്കുകാരനും 2ാം റാങ്കുകാരനും 3ാം റാങ്കുകാരനും ഈ അഭിനന്ദനം കേട്ടിട്ട് തഴമ്പായതാണ്. ഇനി കേൾക്കേണ്ടതില്ല. ശരിക്കും നിങ്ങൾക്കും ചിന്തിക്കുന്നുണ്ടാവും, ദൈവമേ, ഏറ്റവും അപ്രീസിയേഷൻ, ഏറ്റവും നല്ല പ്രോത്സാഹനം കിട്ടേണ്ടത് ഈ 14ാം റാങ്കിൽ നിന്ന് 5ാം റാങ്കിലെത്തിയ കുട്ടിയാണ്. 1, 2, 3 ഒക്കെ സ്ഥിരമാണ് അവർക്ക്. അത് അവരുടെ ഒരു ശീലമാണ് ഈ 1ാം റാങ്ക് മേടിക്കാന്നുള്ളത്. ഈ 14 കൊച്ച് 5ാം റാങ്കിലേക്ക് കയറി വന്നു. ആ കൊച്ചിനെ അഭിനന്ദിക്കുന്ന സമയത്ത് 1ാം റാങ്ക് കിട്ടിയ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാ സംഭവിക്കുക? ഈ 1ാം റാങ്കിനെ അനുഗ്രഹമാക്കി മാറ്റാൻ, ഈ 1000 10,000 നിന്റെ കൃപയുടെ ശക്തി കുറഞ്ഞു പോകും. കാരണം ഇനി നിന്റെ ഭയം മുഴുവൻ ഈ 14 5-ലെത്തിയവൻ ഈ 5 1-ലെത്തും എന്ന് പേടിച്ച് നിനക്ക് കിട്ടിയ കൃപ മുഴുവൻ നഷ്ടമാക്കി പോകും. അപകടം പിടികിട്ടുന്നുണ്ടോ? ഒരു കുഞ്ഞു കൊച്ചിന്റെ എക്സാമ്പിൾ പറയാണ്. ഇത് നിങ്ങൾ വലിയവരാരും കൂടെ ചിന്തിച്ചേ. നമ്മുടെ കേരളത്തിൽ പലർക്കും കടം വരാനുള്ള കാരണം വീട് പണിയാണ് ഒരു പണിയായിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് കിടക്കുന്ന ആ വീടിനെ കുറിച്ച് ഓർക്കുക. അത്രയും വലിയൊരു വീട് ആവശ്യമായിരുന്നു. നല്ല വീട്ടിൽ കിടക്കണം കേട്ടോ. ഞാൻ കിടക്കുന്ന ഒരു 2 നില വീട്ടിലാണ്. ഞങ്ങൾ അച്ഛന്മാരെല്ലാവരും കൂടെ അവിടെയുണ്ട്. എപ്പോഴും അച്ഛന്മാർ വരും, ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരും, അച്ഛന്മാർ പ്രൈവറ്റ്ലി ധ്യാനത്തിനൊക്കെ വരും. ആ വീട് ആവശ്യമാണ്. പേഴ്സണൽ എടുക്കുക. നിങ്ങൾ വ്യക്തിപരമായിട്ട് ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ അധ്വാനം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തൊരു വീടാണ്. പക്ഷെ ആ വീട് പണിയാനുള്ള മാനദണ്ഡം, അതിന് പിന്നിൽ ഉണ്ടായിരുന്ന ചേതോവികാരം ശരിക്കും ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കണമെന്നുള്ളതായിരുന്നോ, അതോ അപ്പുറത്തെ വീട് അത്രയും വലുതായി അതിൻ്റെ മുകളിൽ വെക്കണം എന്നുള്ള ചിന്തയായിരുന്നോ? ഞാൻ വിധിക്കുന്നില്ല, നിങ്ങളും വിധിക്കരുത്. പേഴ്സണലി എടുത്തേക്കുക. പല കടങ്ങൾക്കും കടം മാറ്റാൻ വേണ്ടി ലോൺ എടുത്തതും, ആ ലോൺ മാറ്റാൻ വേണ്ടി അടുത്ത കടമെടുത്തതും, അങ്ങനെ കടം പെരുകിയതിൻ്റെയൊക്കെ വലിയൊരു കാരണം
എന്നിൽ ഈശോ തന്ന കൃപയെ നോക്കാതെ അപ്പുറത്തെ ഒരാൾ വളരുന്നത് കണ്ട് ഇഷ്ടക്കേട്, അസൂയ തോന്നി പല മണ്ടത്തരങ്ങളും നമ്മൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ 1000 10,000 ആകുന്നതിന് പകരം നമ്മുടെ 1000 100 താന്നുപോയ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറു കുറുക്കന്മാരെ സൂക്ഷിച്ചോളൂ. ഒരാളോടെങ്കിലും അസൂയ തോന്നിയാൽ അതിൻ്റെ ആദ്യത്തെ ആരംഭം അയാൾക്കുണ്ടായൊരു നല്ല കാര്യത്തിൽ എനിക്ക് ഇഷ്ടക്കേട് തോന്നുന്നു. അയാളെക്കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ, അയാളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുന്ന സമയത്ത് ഇഷ്ടക്കേട് തോന്നും. മരിച്ചടക്കം നടക്കുകയാണ്, വീട്ടിലെ പ്രസംഗത്തിന് വികാരിയച്ഛൻ മരിച്ചടക്കുന്ന ആളെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയാണ്, ഇങ്ങനൊരു ചേച്ചിയെ ഇനി ഇടവകയ്ക്ക് കിട്ടുമോ, ഇങ്ങനൊരു ചേച്ചി ഇനി ഉണ്ടാകുമോ, എത്രയോ നന്മകൾ ചെയ്ത്, നന്നായിട്ട് പാട്ടൊക്കെ പാടി, പ്രാർത്ഥനകളൊക്കെ ലീഡ് ചെയ്ത്, എത്രയോ പേർക്ക് നന്മകൾ ചെയ്ത് മിടുക്കിയായിട്ട് ജീവിച്ച ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്ന് വൈകുന്നേരം അയൽപ്പക്കത്ത് ചേച്ചി പോയി ആത്മഹത്യ ചെയ്തു, അസൂയ കാരണം. അങ്ങനത്തെ മണ്ടന്മാരും മണ്ടിമാരും നമ്മുടെ ഇടയിലില്ല. എന്തിന്? അവളെക്കുറിച്ച് അത്രയും പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാ മരിച്ചു കളയാം. എന്നിട്ട് കേൾക്കൂ, ഇത് ഞാൻ ഉണ്ടാക്കിയ കഥയാട്ടോ, നിങ്ങൾ ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദൈവമേ, എൻ്റെ ഉള്ളിലുള്ള അഹങ്കാരമൊക്കെ പോയി കിട്ടുന്നു. ഞാനാണ് എൻ്റെ വിചാരം, ഞാൻ ഭയങ്കര കഥ പറച്ചിലുകാരനാന്നൊക്കെ ഉള്ളൊരു വിചാരമാണ്. ഇത് ആൾക്കാർ തലയെ അനങ്ങുന്നില്ല, വായു അനങ്ങുന്നില്ല, ഒന്നും അനങ്ങുന്നില്ല. എന്തായാലും വായിക്കോട്ടെ, വിടുന്നില്ല, അത്രയും ഉപകാരം. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്ക്, അപകടമാണ് അത്. കുഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചിനും വലുതായ ഒരു വ്യക്തിക്കും ഒക്കെ ഒരുപോലെ ബാധിക്കാൻ സാധ്യത. എല്ലാ പാപങ്ങളും നമ്മളെല്ലാവരെയും ബാധിക്കാൻ പോകുന്നില്ല, എല്ലാ പ്രലോഭനങ്ങളും നമ്മളെ വന്ന് പിടിച്ചു കുലുക്കി നമ്മളെ താഴേക്കിടാൻ പോകുന്നില്ല. പക്ഷേ ഈ സാധനം, ഈ ചെറുകുറുക്കന്മാർ ഏത് പ്രായത്തിലുള്ളവരെയും, ഏത് സ്റ്റാറ്റസ്, ഏത് ജീവിതാംശമുള്ളവരെയും ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ സൂക്ഷിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. വലതുരോടത്തെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കുക, വിശുദ്ധനൊന്ന് തുറന്നു വെച്ചുകൊണ്ട് തന്നെ ആ ബൈബിൾ ഭാഗം ശ്രദ്ധിച്ചേ. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല, ആദ്യത്തെ അപകടം. മറ്റൊരാളുടെ നന്മയിൽ എനിക്ക് ഇഷ്ടക്കേട് തോന്നുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, 8ാമത്തെ വാക്യം. കോപാകുലനായി അവൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തത് ഇഷ്ടക്കേടാണ്. മക്കളെ ശ്രദ്ധിച്ചിരിക്കണേ, ആദ്യത്തത് ഇഷ്ടക്കേടാണ്. ആ ഇഷ്ടക്കേട് പതുക്കെ ഗ്രേഡ് കൂറി എന്തായിട്ട് മാറും? കോപമായിട്ട് മാറും. അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഇഷ്ടക്കേടാ തോന്നി. പക്ഷെ പതുക്കെ ഈ 5-ാം റാങ്കുകാരൻ 4-ാം റാങ്കിലേക്ക് കയറുന്നു, 4-ാം റാങ്കുകാരി 3-ാം റാങ്കിലേക്ക് കയറുന്നു. അവനെക്കുറിച്ച്, അവളെക്കുറിച്ച് നല്ലത് കേൾക്കുന്തോറും ആദ്യം എനിക്ക് ഇഷ്ടക്കേടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കത് ദേഷ്യമായിട്ട് മാറുകയാണ്. അയാളെക്കുറിച്ച് കേൾക്കുന്നത്, അയാളെക്കുറിച്ച് കാണുന്നത്, അയാളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യം വരുന്നു. അപകടം അടുത്ത ലെവലിലോട്ട് കയറുകയാണ്. നിങ്ങളുടെ 1000-ത്തെ 100-ലേക്കല്ല 0-ത്തിലേക്ക് ഇട്ടാൻ പറ്റുന്ന രീതിയിൽ അപകടം പിടിച്ച ചെറുകുറുക്കൻ വാ പിളർന്ന് നിങ്ങളെ വിഴുങ്ങാൻ നിൽക്കുകയാണ്. ആദ്യമേ ശ്രദ്ധിച്ചോണം, ആരെക്കുറിച്ചെങ്കിലും നന്മ കേൾക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കുക, അവരെ അഭിനന്ദിക്കുക. അങ്ങനെ അഭിനന്ദിച്ചില്ലെങ്കിൽ തന്നെ ഉറപ്പാണ് നിനക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു നല്ല കാര്യം സംഭവിച്ചു, ആ നല്ല കാര്യത്തെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നില്ലെങ്കിൽ, ഈ അപകടം ഉള്ളിൽ കിടപ്പുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വർഷം നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ കൂട്ടായ്മകളിലൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് പ്ലസ് 2 പിള്ളേരൊക്കെ ഈ നല്ല മാർക്കൊക്കെ മേടിച്ച് വരുമ്പോഴത്തേനും എൻ്റെ കൊച്ചിന് കിട്ടിയില്ലോ, എൻ്റെ കൊച്ചിന് ഒരു A+ കുറഞ്ഞല്ലോ, നോ, ആ കൊച്ചിന് കിട്ടിയതിന് നിങ്ങൾ അഭിനന്ദിക്കണം. അഭിനന്ദിച്ചില്ലെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അസൂയ മുള പൊട്ടിക്കഴിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ദുഃഖം കാരണമാണോ ഹല്ലേലൂയയുടെ ശബ്ദവും കുറഞ്ഞു പോയത്? അല്ല. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പുറകിലിരിക്കുന്നവരൊക്കെ നല്ല ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു വളർച്ച, ഈ പാപത്തിന്റെ ഈ അരിമണി പെരുകുന്നത് ശ്രദ്ധിക്കണം. 1 ഇഷ്ടക്കേട്, 2 കോപം. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 8ാം വാക്യം. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജത്വമല്ലാതെ മറ്റെന്താണ് അവന് കിട്ടാനുള്ളത്? നോക്ക്, അപകടം, അടുത്ത അപകടം എന്താണെന്നറിയോ? താരതമ്യം ചെയ്യാൻ തുടങ്ങും. ശ്രദ്ധിച്ചിരിക്കണേ, താരതമ്യം ചെയ്യാൻ തുടങ്ങും. ആദ്യം ഇഷ്ടക്കേട് തോന്നി, പിന്നെ ദേഷ്യമായിട്ട് മാറി, പിന്നെ താരതമ്യം ചെയ്യാൻ തുടങ്ങുക. സൗള് പറയാണ്, അവന് 10,000 കിട്ടി, എനിക്ക് 1000 കിട്ടിയുള്ളൂ. അവന് 10,000 കിട്ടിയില്ല, ഇവന് 1000 കിട്ടിയിട്ടില്ല. ദൈവം തന്ന മഹത്വം, ദൈവം തന്ന കൃപയെ മാത്രം ശ്രദ്ധിച്ച് അത് വളർത്തിയെടുത്ത് ദൈവമഹത്വത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊരാളെ അവിടെ അസൂയ തോന്നിയാൽ, ഇഷ്ടക്കേട് തോന്നിയാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പതുക്കെ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അവൻ അത്ര ഉണ്ടല്ലോ, അവൾക്ക് അത്ര ഉണ്ടല്ലോ, എനിക്ക് ഇത്ര കിട്ടിയുള്ളല്ലോ.
ചിലപ്പോൾ അത് ആത്മീയ മേഖലയിൽ പോലും അപകടം സംഭവിക്കും. ഞാൻ ഇത്രയും പരിശുദ്ധ കുർബാന അർപ്പിച്ചില്ലേ, എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. അയാൾ 3 കുർബാനയെ ചെല്ലുള്ളൂ, അർപ്പിച്ചുള്ളൂ, അയാൾക്ക് ഇത്രയും അനുഗ്രഹം കിട്ടി. എല്ലാ മേഖലയിലും ഇത് ബാധിക്കും. ഞാൻ ഇങ്ങനെ ഒരു കുടുംബമുള്ളതല്ലേ, എനിക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യമുള്ളതല്ലേ, അവൻ എന്നാ ഉണ്ട്, അവൾക്ക് എന്നാ ഉണ്ട്, എന്നിട്ട് അവനെ അനുഗ്രഹിച്ചു, അവളെ അനുഗ്രഹിച്ചു. നമ്മുടെ ഉള്ളിൽ ഈ താരതമ്യം തുടങ്ങും. അവൾക്ക് 10,000, എനിക്ക് 1,000 കിട്ടിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല അനുഗ്രഹത്തോടെ ജീവിക്കാൻ, മഹത്വത്തോടെ ജീവിക്കാനുള്ള കൃപ മറ്റൊരാളുടെ 10,000-ത്തിലേക്ക് നോക്കുകയല്ല, നിനക്ക് കിട്ടിയ 1,000-ത്തിലേക്ക് നോക്കുക. തന്ന കർത്താവിനെ നോക്കുക. ഈ 1,000-ത്തെ 10,000-ആക്കാൻ പറ്റുന്ന കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. ഇഷ്ടക്കേട് മാറി ദേഷ്യമായി, ദേഷ്യം കൂടി താരതമ്യം കൂടി ഇതേ സംശയമായി. അയാളെക്കുറിച്ച് ചില അയൽപ്പക്കങ്ങളിലൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാവാറില്ലേ? അവിടുന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്നൊരു സംസാരം കേട്ടാൽ ഉടനെ ഉള്ളിൽ പേടി വരികയാണ്. ഓ, നമ്മളെക്കുറിച്ചായിരിക്കും പ്ലാൻ ചെയ്യുമായിരിക്കും, നമുക്കെതിരെ കൂടോത്രം ആലോചിക്കുമായിരിക്കും. ഇങ്ങനെ സംശയം കൂടി അയൽപ്പക്കങ്ങൾ തമ്മിൽ മിണ്ടുന്നില്ല, ബന്ധുക്കൾ തമ്മിൽ മിണ്ടുന്നില്ല, സഹോദരങ്ങൾ തമ്മിൽ മിണ്ടുന്നില്ല. എനിക്കെതിരെ അവൻ ആലോചിക്കുമായിരിക്കും, എനിക്കെതിരെ അവൾ ആലോചിക്കുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. കർത്താവേ, എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സാധനം കിടപ്പുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിട്ടു പോണേ. കാരണം ഈ 10,000-ത്തിൽ എത്താൻ പറ്റില്ല. സംശയം കൂടി, അസ്വസ്ഥത കൂടി. സാവൂൾ ചെയ്ത അടുത്ത അബദ്ധം ശ്രദ്ധിച്ച്, പിറ്റേ ദിവസം ദൈവം അയച്ചൊരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിനകത്ത് ഭ്രാന്തനെ പോലെ പുലമ്പി. നിർത്തി ഇത് വായിക്കണം. മലയാളം ബൈബിൾ ആയതുകൊണ്ട് ശുദ്ധമായ ഭാഷ എഴുതി വെച്ചേക്കാണ്. പുലമ്പുക എന്ന് വെച്ചാൽ എന്താ? ഭ്രാന്തനെ പോലെ പുലമ്പുക വെച്ചാൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെ? അവന് ദൈവം കൊടുത്ത കൊട്ടാരത്തിനകത്ത് വെച്ച് അപ്പുറത്തുള്ള കുഞ്ഞ് ദാവീദിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് മനുഷ്യരോട് അസൂയ തോന്നിപ്പോയാൽ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ആൾക്കാരെ കുറിച്ച് മോശം പറയും, ചീത്ത പറയും. കർത്താവ് തന്ന സ്ഥലത്ത് വെച്ച് മറ്റുള്ളവരെ കുറിച്ച് മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കർത്താവ് തന്ന മഹത്വത്തിനെതിരാണ്. ഈ മഹത്വം തന്ന കർത്താവിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. ഈശോ അനുഗ്രഹിച്ച വീടിനകത്ത് വെച്ച് മറ്റൊരാളെ കുറിച്ച് മോശം പറഞ്ഞാൽ നീ ചെയ്യുന്നതും ഈ മഹത്വം കളയുന്ന കഠിനമായ പാപമാണ്. ചെറുകുറുക്കനെ സൂക്ഷിക്കണം. വീട്ടിനകത്ത് വെച്ച് ഈശോ അനുഗ്രഹിക്കപ്പെട്ട ഇടങ്ങളിൽ വെച്ച് ഒരു തരത്തിലും മറ്റൊരാളെ കുറിച്ച് കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നല്ലൊരു കാര്യം, അവരുടെ വീട്ടിൽ ചെന്ന് അവരെ കുറ്റം പറയുക. അപ്പോൾ ഒരു തീരുമാനമാവും. പിന്നെ അസൂയൊന്നും ഉണ്ടാവില്ല. ആയും യായും മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യാ എന്ന് വിളിച്ച് അടികൊണ്ട് നിങ്ങൾ ഓടേണ്ടി വരും. അതിനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഇരുന്ന് കുറ്റം പറയണേ, അല്ലേ? ഈശോ അനുഗ്രഹിച്ച സ്ഥലങ്ങളിൽ വെച്ച്, ഈശോ നിങ്ങൾക്ക് തന്ന വീട്ടിൽ വെച്ച്, ഈശോ നിങ്ങൾക്ക് തന്ന ജോലി സ്ഥലത്ത് വെച്ച് ഒരാളെക്കുറിച്ചും കുറ്റം പറയരുത്, ഒരാളെക്കുറിച്ചും ചീത്ത പറയരുത്. ചില മനുഷ്യരുണ്ടെങ്കിൽ വാ തുറന്ന് ചീത്ത വിളി. അതിൻ്റെ ആദ്യം കിടക്കുന്ന എന്നറിയോ? മനുഷ്യരെ ഇഷ്ടമില്ല, അവരുടെ നന്മ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇഷ്ടക്കേട് മാറി കോപമായി, കോപം കൂടി താരതമ്യം കൂടി, സംശയം കൂടി, സ്വന്തം അനുഗ്രഹിക്കപ്പെട്ട ഇടങ്ങളിൽ വെച്ച് മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മൾ ആരും അങ്ങനത്തെ അപകടങ്ങളിലേക്കൊന്നും എത്തല്ലേ. അങ്ങനെ എത്തിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കയറി ആ മഹത്വം തിരിച്ചു പിടിക്കാൻ വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവസാനിപ്പിക്കുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് നിർത്താൻ, 11-ാം വാക്യം, ദാവീദിനെ ചുമരോട് ചേർത്ത് നിർത്തി തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂള് കുന്തമെറിഞ്ഞു. എന്ന് വെച്ചാൽ ഇനി ഇവള് ജീവിച്ചിരിക്കുന്നത് എനിക്ക് അപകടമാണെന്ന് ചിന്തിച്ചുകൊണ്ട് കൊല്ലാൻ നടക്കുകയാണ്. നമ്മൾ നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ എന്തോരം കൊലപാതകങ്ങൾ നടന്നു. അസൂയ കൊണ്ട് കൊലപാതകം നടത്തി എന്നല്ല ഞാൻ പറയണേ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞു അരിമണികളെല്ലാം ഈ വലിയ അപകടത്തിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുണ്ട്. മനുഷ്യരെ ഇഷ്ടമില്ല, വഴക്കുണ്ടാക്കുന്നു, ഇഷ്ടക്കേട്, ദേഷ്യം, സംശയം, അതിൻ്റെയൊക്കെ പേരിൽ എന്തോരം കൊലപാതകങ്ങൾ. ദാവീദിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. എവിടുന്നാ തുടങ്ങിയേ? പാട്ടിൽ നിന്നല്ല, ഒരു ഇഷ്ടക്കേട് തുടങ്ങി ചെന്നെത്തുന്നത് അവനെ നശിപ്പിച്ച് കളയണം എന്നുള്ളൊരു ചിന്തയിലേക്ക്. അവസാനത്തെ വചനം ഇങ്ങനെയാണ് പറയുക: ദാവീദിന്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സാവൂള് അവനെ ഭയപ്പെട്ടു. പേടിയാണ്, എല്ലാത്തിനെയും പേടി. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാത്തിൻ്റെ മേൽ അധികാരത്തോടെ കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ചു, എന്നെ സൃഷ്ടിച്ചു. പക്ഷെ ഇപ്പോൾ ഉള്ളിൽ ഭയമാണ്. മനുഷ്യരെ പേടി, സാഹചര്യങ്ങളെ പേടി, ലോകത്തെ പേടി. ഈ ഭയത്തിൻ്റെ എല്ലാം പിന്നിൽ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ മഹത്വം നഷ്ടപ്പെടുത്തിയ, കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞ പാപങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ ചെറുകുറുക്കൻ, ഈ കുഞ്ഞരിമണിയെ ഒന്ന് ഫോക്കസ് ചെയ്ത് ഈശോയുടെ മുമ്പിൽ മാപ്പപേക്ഷിച്ച് ആ മഹത്വം തിരിച്ചു പിടിക്കുക. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ.
സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരാളോട് പോലും അസൂയ തോന്നരുത്. അസൂയ തോന്നി എന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റെ മഹത്വത്തെ നിങ്ങൾ സംശയിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ്. നിങ്ങൾക്ക് കർത്താവ് തന്ന 1000 10,000 മാറ്റുക. അതാണ് നമ്മുടെ മുമ്പിൽ ലക്ഷ്യം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് ആരോടും അസൂയ ഇല്ലെന്ന് എനിക്കറിയാം. ഇല്ല ഇല്ല. കാര്യം കൂടെ പറഞ്ഞോട്ടെ, ആർക്കെങ്കിലും നിങ്ങളോട് അസൂയ തോന്നി എന്നായി? അതും കൂടെ ഉണ്ടല്ലോ. ഈ ചെറുകുറുക്കന്മാരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാണ്ടിരിക്കാൻ വേണ്ടി. നിങ്ങളോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടോ? നന്നായിട്ട് ജീവിക്കണം, എന്നാലേ ആൾക്കാർക്ക് അസൂയൊക്കെ തോന്നുള്ളൂ. നിങ്ങൾ ഇമ്മ ഇങ്ങനെ പഴംപൊഴിങ്ങ പോലെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് അസൂയ തോന്നുന്നില്ല. ചിലപ്പോൾ തോന്നും ഇല്ലേ, നമുക്ക് ഈശോ പഠിക്കാനൊരു കഴിവ് വന്നു, നമ്മൾ നന്നായിട്ട് പഠിച്ചു, ചിലപ്പോൾ ആൾക്കാർക്ക് അസൂയ തോന്നിയേക്കാം. നിങ്ങൾ അധ്വാനിച്ചു, വലിയ അനുഗ്രഹത്തിലെത്തി, ചിലപ്പോൾ ആൾക്കാർക്ക് അസൂയ തോന്നിയേക്കാം. ഈ സാവൂള് ചെയ്യുന്ന പോലെ കുഞ്ഞ് ദാവീദിനോട് ആൾക്കാർ ചിലപ്പോൾ ഉപദ്രവിക്കാൻ നോക്കും. ചിലപ്പോൾ ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടത്തില്ല, നിങ്ങളെ സംശയിക്കും, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും, നിങ്ങളെ ചീത്ത പറയും. അപ്പൊ എന്നാ ചെയ്യും? നിനക്കൊരു ചീത്ത അറിയത്തുള്ളൂ, കമോൺ, ഹൈ സ്റ്റാൻഡേർഡ് സാധനം ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് തിരിച്ച് ചീത്ത പറയാനല്ല ദൈവമഹത്വം ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി ചെയ്തത്. ദാവീദ് ചെയ്ത കാര്യം എന്താണെന്നറിയോ? ദാവീദ് 10ാമത്തെ വാക്യം, സാവൂൾ കൊട്ടാരത്തിനുള്ളിൽ പുലമ്പിക്കൊണ്ടിരുന്നു, ദാവീദ് പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ അവൻ പാട്ട് പാടിക്കൊണ്ടിരുന്നു. ചീത്ത വിളിക്കാൻ വരുന്നവന്റെ മുമ്പിൽ ഷോളെ അടിച്ചുകൊണ്ടിരിക്കുകയല്ല, അവൻ പതിവ് പോലെ കിന്നരം വീട്ടിക്കൊണ്ടിരിക്കുന്നു. ദാവീദ് പതിവ് പോലെ കിന്നരം വീട്ടുന്നത് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അവൻ സങ്കീർത്തനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. നല്ലപോലെ ശ്രദ്ധിക്കണേ. ചിലപ്പോൾ നിങ്ങൾ അസൂയയുടെ ഇരയാകാം, നിങ്ങൾ ഇഷ്ടക്കേടിന്റെ ഇരയാകാം. ചിലപ്പോൾ ആളുകൾ നിങ്ങളെ സംശയിക്കാം, ചിലപ്പോൾ ആളുകൾ നിങ്ങളെ ചീത്ത പറയാം, നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കാം. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നടക്കില്ല. ഒരു സൊല്യൂഷൻ ചിലപ്പോൾ കൺമുമ്പിൽ വരില്ല. അവർ നശിപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ പല പ്രവർത്തനങ്ങളും നടത്തിയേക്കാം. നിങ്ങളുടെ പേര് പബ്ലിക്കിൽ നശിപ്പിച്ച് കളഞ്ഞേക്കാം. നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ശിരസ് മണ്ണിലേക്ക് കൂപ്പുകുത്തി വീഴ്ത്തുന്നത് പോലെ നിങ്ങളുടെ പേര് ദോഷം വരുത്തിയേക്കാം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? അവനെ നശിപ്പിക്കാൻ, അവനെ ചീത്ത പറയാൻ, അവർക്കെതിരെ കേസ് കൊടുത്ത് നിങ്ങളുടെ അസ്വസ്ഥത കൂട്ടാനല്ല പോണ്ടത്. കർത്താവ് 1000 നിനക്ക് തന്നിട്ടുണ്ട്. ദാവീദേ, നിന്റെ മേൽ അവൻ അസൂയ, അവൾക്ക് അസൂയ തോന്നിയാൽ നീ ചെയ്യേണ്ടത് പതിവ് പോലെ കിന്നരം വീട്ടിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നിന്നെ അനുഗ്രഹിച്ച, നിനക്ക് മഹത്വം തന്ന, നിനക്ക് അധികാരം തന്ന സാവൂളിനെ നോക്കിയിരിക്കുകയല്ല, നിന്നെ ഉപദ്രവിക്കാൻ നോക്കുന്ന സാവൂളിനെ നോക്കിയിരിക്കുകയല്ല, നീ ദൈവത്തെ കിന്നരം പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നീ ആരാധന തുടരുക, നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. കാരണം സാവൂളല്ല ഇത് തന്നത്. ആരാ തന്നേ? സാവൂളിനെയും സൃഷ്ടിച്ച കർത്താവാണ് തന്നത്. അധികാരം സാവൂളിനല്ല, സാവൂളിന്റെ മേൽ അധികാരമുള്ള കർത്താവിനാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരുപക്ഷെ നന്നായിട്ട് കുമ്പസാരിച്ച് നല്ല ധ്യാനങ്ങളൊക്കെ കൂടി ഈ അസൂയ ഇഷ്ടക്കേടൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കഴുകി ശുദ്ധീകരിച്ചിട്ടുണ്ടാകാം. പക്ഷെ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കരായ ചില മനുഷ്യർ ചിലപ്പോൾ അസൂയയുടെ ഇരയാകുന്നുണ്ടാകാം. നിങ്ങളുടെ അടുത്ത് നിന്ന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ അസൂയയുടെ ഇരയായിട്ട് നിങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും, ചങ്ക് പൊട്ടി കരയുന്നുണ്ടാകാം, തിരിച്ചൊരു അടി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷേ കർത്താവേ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ വചനം കേൾക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് അയാൾക്കെതിരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾ വാ തുറക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കണം. സാവൂളിനെ മാനസാന്തരപ്പെടുത്തണമെന്നോ സാവൂളിനൊരു അടി കൊടുക്കണമെന്നൊന്നും അല്ല. കർത്താവേ, നിനക്ക് മഹത്വം. ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോകണമെങ്കിൽ, ഇയാളെന്നെ തെറ്റിദ്ധരിക്കണം എന്നാണ് നിന്റെ ഇഷ്ടമെങ്കിൽ, ഇയാളെന്നെ ചീത്ത പറയണമെന്നാണ് നിന്റെ ഇഷ്ടമെങ്കിൽ, നടക്കട്ടെ നടക്കട്ടെ. മഹത്വം കർത്താവിന്. പറഞ്ഞേ ഹല്ലേലൂയ.